നോബിൾ മാരിക്കാരൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോബിൾ, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചകൾ കൂടി നടക്കുകയാണ് എന്നാണ് അറിയുന്നത്. 1 മണിക്കൂറിനകം തീരുമാനം വരണമെങ്കിൽ ഒരു നേതാവുമായി പരമാവധി 20 മിനിറ്റ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, ഒന്നിച്ച് മാധ്യമങ്ങളെ കാണുക, ഇനി പഠനപ്പിണക്കമില്ലെന്ന് ബോധ്യപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ആളുകളുമായി ഒറ്റയ്ക്കൊറ്റ കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ എന്താണെങ്കിലും ഉള്ളത്. രാഹുൽ ഗാന്ധി അടക്കം കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേതാക്കളോട് അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി തന്നെ നിലപാടുകൾ അടക്കം ചോദിച്ചറിയുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഫോർമുല മുന്നോട്ട് വെച്ചാൽ ആ ഫോർമുല അടക്കം ഏത് തരത്തിലായിരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. കാരണം ഒരു സമവായ ഫോർമുലയുമായി ബന്ധപ്പെട്ട ചർച്ചകളും നേതാക്കളോട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അറിയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു നേതാവിനോട് 20 മിനിറ്റെങ്കിലും വെച്ച് സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം ആവശ്യമെങ്കിൽ മാക്സിമം സംസാരിക്കാനും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കം തയ്യാറാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ചർച്ചകളിലൂടെ സമവായം ഉണ്ടാക്കുക, ഒറ്റയ്ക്കൊറ്റയ്ക്കായുള്ള കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ സമവായം ഉരുത്തിരിഞ്ഞു വരും എന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും അത്തരത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു സമവായം ഉണ്ടാക്കുക, എന്തായാലും ഒറ്റപ്പേരിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് തന്നെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും ചെയ്തു. കാരണം രാഹുൽ ഗാന്ധി കൂടി പങ്കെടുത്തൊരു യോഗം എന്താണെങ്കിലും തീരുമാനം ആകാതെ പിരിയുക അത് അസാധ്യമാണ്. അതുകൊണ്ട് തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗം ഒറ്റപ്പേരിലേക്ക് എത്തിക്കാൻ വേണ്ട നീക്കങ്ങളാണ് ഇപ്പോൾ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നേതാക്കൾക്കും കൃത്യമായി തന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയും. നേരത്തെ തന്നെ ഈ എല്ലാവരെയും ഒരുമിച്ച് ചർച്ചയിൽ സമവായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഈ നേതാക്കളെ ഒറ്റയ്ക്ക് കാണുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നേതാക്കൾ അവരുടെ അവകാശവാദങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുക്കാൻ 3 പേരും തയ്യാറല്ല എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. കേസിക്കുള്ള മുൻഗണന, കേസിക്കുള്ള ഹൈക്കമാൻഡിന്റെ പിന്തുണയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഹൈക്കമാൻഡ് തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നില്ല. അതുകൊണ്ടാണ് നേതാക്കളെ ഒറ്റയ്ക്ക് കണ്ടുകൊണ്ട് ആശയവിനിമയം രാഹുൽ ഗാന്ധി തന്നെ നടത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ചർച്ചകൾ ഒപ്പം ആർ റോഷിപാലുമാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. വിശകലനങ്ങളുമായി PR സുനിലും നമ്മളോടൊപ്പം തത്സമയമുണ്ട്. ഈ കാര്യങ്ങളിൽ, അതായത് MLA-മാരുടെ പിന്തുണ എന്നൊരൊറ്റ കാര്യം മാത്രമല്ല ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ 3 നേതാക്കളുമായും സംസാരിച്ച സമവായത്തിലൂടെ ഒരു തീരുമാനമെടുക്കാനുള്ള നീക്കമാണ്. അതിൽ പ്രഥമമായി ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നത് KC വേണുഗോപാലിന്റെ പേര് തന്നെയാണ്. മറ്റുള്ളവരുമായി സംസാരിച്ചൊരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാഹുൽ ഗാന്ധി പ്രത്യേകം നേതാക്കളുമായി ചർച്ച നടത്തുകയുമാണ്.